ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കണ്ണപ്പ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരികയാണ്. സിനിമയുടെ പ്രിവ്യൂ ഷോയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മികച്ച ഒരു പ്രതികരണം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മലയാളികൾക്ക് ഈ ഒരു സിനിമ പ്രിയങ്കരമാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ ഈ ഒരു സിനിമയിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ്. വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രമുഖ നടീനടന്മാർ അണിനിരക്കുന്നു എന്നുള്ളതാണ്. അതിൽ മുൻനിരയിൽ നിൽക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. പ്രഭാസ് തുടങ്ങി അങ്ങനെ വലിയ താരനിരയോടുകൂടി തന്നെ വരുമ്പോൾ അക്ഷയ് കുമാർ ശിവൻ്റെ വേഷത്തിലെത്തുന്നു എന്നുള്ളതാണ്. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുമ്പോൾ മികച്ച ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ്. സിനിമയുടെ ഏറ്റവും മികച്ച കാര്യമായി പറയുന്നത് അവസാന 30 മിനിറ്റ് എന്നുള്ളതാണ്. ഇതെല്ലാം പ്രിവ്യൂ ഷോയിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്. അത് അല്ലാതെ സിനിമ റിലീസ് ആവുന്നത് നാളെ രാവിലെയാണ് ഇന്ത്യയിൽ മുഴുവനായിട്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലാണ് സിനിമയുടെ പ്രിവ്യൂ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നതെന്ന് പറയാം. അതിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് സിനിമ മികച്ച രീതിയിൽ തന്നെ പോകുന്നു. ഇതിനകത്തിൽ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് മോഹൻലാലിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ടെറിഫിക് മോഹൻലാൽ സീക്വൻസ് എന്ന് തന്നെയാണ് അതിനതിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്താണേലും സിനിമയ്ക്ക് പ്രഭാസ് ഒരു ഫാൻറ്റാസ്റ്റിക് ക്യാമിയോ റോളിൽ തന്നെ എത്തുന്നു എന്നുള്ളതാണ്. വിഷ്ണു മഞ്ജു ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തന്നെ ജനിച്ചിരിക്കുന്ന വ്യക്തി എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം പറഞ്ഞ ആൾ പുറത്ത് വിട്ടിരിക്കുന്ന കാര്യങ്ങളും. അതായത് വിഷ്ണു മഞ്ജു വാസ് ബോൺ ടു പ്ലേ കണ്ണപ്പ. ഹിസ് പെർഫോമൻസ് ഈസ് ടോപ്പ് നോച്ച്. He pours his soul into both the action and emotion scenes എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. And it show on the big screen his acting in the last 15 minutes could define his കരിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവസാന 15 മിനിറ്റുകളിലുള്ള കൊടൂരമായ പെർഫോമൻസ് എന്നുള്ളത് തന്നെയാണ്. ഇത്ര ഗംഭീരമായ സിനിമയിലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയുന്നു, മോഹൻലാൽ തന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മലയാളിയുടെ റിവ്യൂവിൽ നിന്നല്ല വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അതും നമുക്കൊന്ന് വായിക്കാം. അവസാന 40 മിനിറ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ബട്ട് ദ ലാസ്റ്റ് 40 മിനിറ്റ്സ് ഫീച്ചേർഡ് വിഷ്ണു മഞ്ജു മെമ്മറബിൾ പെർഫോമൻസ് എലോങ് വിത്ത് മോഹൻലാൽ, അക്ഷയ് കുമാർ ആസ് ലോർഡ് ശിവ ആൻഡ് പ്രഭാസ് ആസ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും പ്രഭാസ് അണിനിരക്കുന്നു, അല്ലെങ്കിൽ പ്രഭാസ് ഈ ഒരു ദിനത്തിൽ സുപ്രധാന കഥാപാത്രമായി വരുന്നു എന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവനായിട്ട് ഒരു കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു കാര്യമെന്ന് തന്നെ പറയാം. വിഷ്ണു മഞ്ജുവിൻ്റെ ഈ നായകനായി എത്തുന്ന ഈ ഒരു ചിത്രം വലിയ ബഡ്ജറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ 100-ലധികം ഉള്ള ഷോകളാണ് തിരുവനന്തപുരത്ത് മാത്രമായി ഉള്ളത്. അതായത് അത്ര ഗംഭീരമായിട്ടുള്ളതാണ്. ഇൻക്ലൂഡിങ് കന്നഡ ഭാഷയും തെലുങ്ക് ഭാഷയും ഒക്കെയായി വലിയ രീതിയിലാണ് സിനിമ എത്തിയിരിക്കുന്നത്. എന്താണേലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ പോയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഒരു നല്ല ഒരു ബെസ്റ്റ് വാച്ച് എന്നുള്ളതാണ് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും നമുക്ക് നാളെ ആദ്യ ഷോ കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മലയാളികൾക്ക് ഈ ഒരു സിനിമ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതുകൂടാതെ നമുക്ക് ഈ ഒരു സിനിമ എങ്ങനെയായിരിക്കാൻ പോകുന്നത്, ഈ ഒരു പ്രിവ്യൂ ഷോയെ അല്ലെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു അഭിപ്രായത്തിൻ്റെ രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോയിരിക്കുന്നത് എന്നുള്ളതും കൂടി നമുക്ക് വിലയിരുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു പ്രിവ്യൂ ഷോയ്ക്ക് കയറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണാൻ ഭാഗ്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻസിലൂടെ പറയാം. വിശ്വസനീയമായ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ ആണ്, ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് കണ്ടിരിക്കുന്ന ആ ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.